ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്സ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് കടന്നാലോ? രാജേട്ട, ഇതൊന്നും ശരിയല്ല കേട്ടോ. അയാൾ എങ്ങനെയാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നത്? ഇതെങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റും? ഞാനൊരു സ്ത്രീയല്ലേ, എന്നോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? ഒരു മനുഷ്യൻ്റെ അടുത്ത് പെരുമാറുന്ന രീതിയിലാണോ അയാൾ എൻ്റെ അടുത്ത് സംസാരിച്ചേക്കുന്നത്? രാജേട്ടന് ഇതൊന്നും കേട്ടിട്ട് മനസ്സിലാവുന്നില്ലേ? അതെങ്ങനെയാ? നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടോ? ശരിക്കും എന്നോടാണോ നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളത്? അതോ മറ്റാരോടെങ്കിലും ആണോ? ഇനിയെങ്കിലും എന്നോടൊന്ന് പറ. സ്വന്തം ഭർത്താവിൻ്റെ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ ഒരു അപമര്യാദയിൽ നിന്നും അങ്ങനെയാണ് കേട്ടോ ഞാനിപ്പം രാജേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതെല്ലാം പറയുമ്പോഴും രാജേട്ടൻ അയാളെ ന്യായീകരിച്ചാണ് എപ്പോഴും സംസാരിക്കാറുള്ളത്. എന്തോ ഈ ഒരു പെരുമാറ്റ രീതി തന്നെയാണ് ഞങ്ങളെ തമ്മിൽ വീണ്ടും വീണ്ടും അകറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്ത് രാജേട്ടൻ എന്നേനെ സംസാരിച്ചിട്ടില്ല. രാജേട്ടൻ എപ്പോഴും വലുത് രാജേട്ടൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ രാജേട്ടൻ്റെ കുടുംബക്കാര് അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് ഒരു പരിഗണനയും തന്നിട്ടില്ലായിരുന്നു. എൻ്റെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ഒരു നൂലാമാലയിൽ നിന്നും ഈ ഒരു മാറാപ്പിൽ നിന്നും ഒരു മോചനം എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. പക്ഷേ ഞാൻ എത്ര ആഗ്രഹിച്ചാലും അതൊന്നും എനിക്ക് കിട്ടില്ല. കാരണം ചില കാര്യങ്ങൾ ആഗ്രഹിക്കാൻ മാത്രമല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് തരേണ്ട ആള് തന്നില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം വെറും പൊട്ടക്കണക്കിലെ വെറും ഒരു മോഹങ്ങൾ തന്നെയാണ്. എനിക്കൊട്ടും സഹിക്കാൻ പറ്റിയിരുന്നില്ല. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ആള് എനിക്കൊട്ടും ഒരു പ്രേരണയോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ തരാതെ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. ഞാൻ പലപ്പോഴും ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആരും ആരും കാണാത്ത രാത്രിയിൽ ഞാൻ പലപ്പോഴും കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസത്തെ രാത്രിയിലായിരുന്നു ഞാൻ രാജേട്ടനും ഫ്രണ്ട്സും എല്ലാവരും വന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറിയത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പം എന്തൊക്കെയോ ഒച്ചപ്പാടുകളും ബഹളങ്ങളും എല്ലാം അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഫ്രണ്ട്സല്ലേ, എല്ലാവരും കൂടെ ഒത്തുകൂടി ഒരു ബഹളവും കാര്യങ്ങളൊക്കെ അല്ലേ, അതിപ്പം എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അവർ കള്ളു കുടിക്കുകയും അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വെച്ചു. അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വെക്കുന്ന സമയത്തും എന്നെ ആരും ഒന്ന് പരിഗണിച്ചത് പോലുമില്ല. ആ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വെച്ച ഫുഡും പിന്നെ ആ ഒരു കള്ളും എല്ലായിരുന്നു അവർ കഴിക്കുകയായിരുന്നു. എന്തോ എനിക്ക് അവരുടെ ആ പെരുമാറ്റ രീതിയിൽ ഒട്ടും ഉൾക്കൊള്ളാൻ തോന്നിയില്ല. ശരിക്കും അങ്ങനെയാണോ ഒരാൾ പെരുമാറുന്നത്? ഇങ്ങനെയാണോ ഒരു ജീവിതം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. ഇതാണോ നല്ലൊരു ലൈഫ്? ഞാൻ എന്തൊക്കെ പ്രതീക്ഷകളാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്നത്? ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ നടന്ന ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ദീപികയെ അടുത്ത് ഞാനിത് പറഞ്ഞു. അപ്പോൾ ഒറ്റ വാക്കിൽ തന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടി, ഇത് നിന്റെ വീട്ടിൽ മാത്രമല്ല, എല്ലാവരുടെയും വീട്ടിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇവര് കള്ളു കുടിക്കുകയും പിന്നീട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞാനും കൊണ്ടുപോയിരിക്കുന്നത്. 6 മണി കഴിയുമ്പോൾ അങ്ങേര് വന്ന് കയറും. പിന്നീട് ഛർദിലോടുകൂടി റൂം മൊത്തം കുളവാക്കി അതിനുശേഷം എന്തോ സ്വബോധം പോലുമില്ലാതെ കയറി കിടന്നുറങ്ങും. ഇങ്ങനെയാണോ മനുഷ്യന്മാര്? ഞാൻ പലപ്പോഴും ചൂടായിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടിയുണ്ടായിട്ടുണ്ട് എന്നൊക്കെ വിവിധ എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് പോലും ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ച് ആലോചിച്ചു. എന്തോ എൻ്റെ ലൈഫും ഇതുപോലൊക്കെ ആയി തീരുമോ എന്നൊക്കെ ചിന്തിച്ചു. അന്നത്തെ ദിവസം തന്നെ അടുക്കളയിൽ വെച്ച് അവരെല്ലാവരും കൂടെ വന്ന സമയത്ത് എല്ലാവരും അടുക്കളയിലേക്ക് വന്ന് കയറി. ഞാൻ വിചാരിച്ചു, എനിക്കെന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരാനോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തെങ്കിലും നല്ല സൗമ്യമായിട്ടോ ഒന്ന് സ്നേഹത്തോടു കൂടിയെങ്കിലും സംസാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ നിന്നു.
പക്ഷേ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നവർ അടുക്കളയിലേക്ക് വന്നിട്ട് അവരുടെ കാര്യം നോക്കിയിട്ട് ഒന്നും കാണാതെ അത്രയും നേരം ഭക്ഷണം ഉണ്ടാക്കി നിൽക്കുന്ന എന്നെ കണ്ടിട്ട് ഒരു വേലക്കാരിയെ പോലെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന കണ്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ തോന്നിയില്ല. എന്തോ ഇതാണോ ജീവിതം? അവർക്ക് ഞാനൊരു വേലക്കാരിയാണോ? എൻ്റെ ജീവിതത്തെക്കുറിച്ച് അവരെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഭക്ഷണം അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് ടേബിളിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചപ്പോൾ അത് രുചിച്ച് നോക്കിയിട്ട് ഒട്ടും കൊള്ളില്ല എന്ന് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ ആ ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നു. അവർ എൻ്റെ അടുത്ത് മോശമായിട്ടാണ് പെരുമാറിയതും എന്തോ അവരുടെ പെരുമാറ്റ രീതികളും അതേപോലെ ആയിരുന്നു. പക്ഷേ അതിനൊന്നും എതിര് പറയാതെ ഭർത്താവായിട്ടുള്ള ആ മനുഷ്യൻ ഒരു വാക്ക് പോലും മിണ്ടാതെ അവരുടെ താളത്തിനൊത്ത് അതെല്ലാം ആസ്വദിച്ചിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊട്ടും സഹിക്കാൻ തോന്നിയില്ല. എനിക്ക് ആ ഒരു വീട് വിട്ട് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ തോന്നി. അങ്ങനെയും എനിക്ക് തോന്നിയിരുന്നു. ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. ആ സമയം രാത്രിയിൽ ഞാൻ ഒരുപാട് കരഞ്ഞു. കാരണം എനിക്ക് സപ്പോർട്ടിനായിട്ട് ആരും തന്നെ ഇല്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും ഞാനൊരു സമയത്ത് ഒന്ന് മടിച്ചു. കാരണം ഇനിയും എനിക്ക് പറ്റില്ല. ഇതേപോലൊരു മനുഷ്യൻ്റെ കൂടെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. ഞാൻ ആദ്യം ഒരു കൗൺസിലറെ വിളിച്ചു. കൗൺസിലർ ആദ്യം 3 പേരെയാണ് ഞാൻ കൺസൾട്ട് ചെയ്തത്. അതിൽ ആദ്യത്തെ ആള് അയാളൊരു മധ്യവയസ്കനായിരുന്നു. ആ സമയത്ത് അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ജീവിതത്തിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെയായിരുന്നു ആദ്യം അയാൾ പറഞ്ഞത്. ശരിക്കും ഇയാൾ കൗൺസിലർ തന്നെയാണോ എന്ന് ഞാനൊരു ചിന്തിച്ചു. കാരണം ഒരു കൗൺസിലർ പറയുന്ന രീതിയിലല്ല അയാളുടെ കാര്യങ്ങളെല്ലാം. അതിനുശേഷം ഞാൻ പോയത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു വിട്ട ഒരു സാധാരണപ്പെട്ട ഒരു ലേഡിയുടെ അടുത്തേക്കാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ, നിന്റെ ഈ പ്രായത്തിൽ നിനക്കിപ്പം വെറും 30 വയസ്സായിട്ടേ ഉള്ളൂ. ശരിക്കും നിന്റെ ഈ പ്രായത്തിൽ നീ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. നീ കളയേണ്ടതാണെങ്കിൽ അത് കളയണം. കുപ്പത്തൊട്ടി കളയേണ്ട സാധനങ്ങൾ കുപ്പത്തൊട്ടി തന്നെ കളയണം. അല്ലാതെ അത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ആരാണെങ്കിലും ശരി തന്നെ, അത് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ കളയണം എന്ന് അവരെനിക്ക് മറുപടി പറഞ്ഞു. ശരിക്കും അവരുടെ മറുപടി എനിക്ക് ഒരു അറിവ് കിട്ടുന്നത് പോലെയായിരുന്നു. അതിനുശേഷം എൻ്റെ ഫാമിലിയിലുള്ള ഒരു മനുഷ്യനെ ഞാൻ കൺസൾട്ട് ചെയ്തു. അപ്പം അയാൾ എനിക്ക് പറഞ്ഞു തന്ന കുറച്ച് ഉപദേശങ്ങളായിരുന്നു. നീ നല്ലൊരു പ്രണയത്തിന് ഉടമയാവണം. നിന്റെ മനസ്സിൽ നല്ലൊരു പ്രണയം വേണം. എങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ഒരു ടെൻഷൻസും കാര്യങ്ങളും എല്ലാം അകന്നു പോകത്തുള്ളൂ. അതുകൊണ്ട് നീ ആദ്യം നിനക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കാൻ നോക്ക്. അപ്പോൾ അത് നല്ലത് മാത്രമായിരിക്കും. നിന്റെ മനസ്സറിഞ്ഞ് ചിരിക്കാൻ നോക്കുക. ജീവിതത്തിൽ ചിരിച്ച് നടക്കുക. എങ്കിലേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ മോളെ എന്നെല്ലാം അയാൾ പറയുമ്പോൾ ഞാനതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ശേഷം ഞാൻ എൻ്റെ ജീവിതം തന്നെ മാറ്റാൻ തുടങ്ങി. ആ ഒരു സമയത്ത് അയാളുടെ ജീവിതവും അയാളുടെ ഫ്രണ്ട്സും അയാൾക്കിനി വേറെ എന്തെങ്കിലും അഫെയറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. കാരണം അതൊക്കെ ജീവിതമാണല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ. ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു. കാരണം ഒരിക്കലും അയാളുടെ പിന്നാലെ നടക്കാൻ കഴിയില്ല. അയാൾക്കതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അയാൾ അതുകൊണ്ട് തന്നെ ജീവിച്ചു പൊക്കോട്ടെ. അയാളുടെ ജീവിതമല്ലേ, ഞാൻ വീണ്ടും എന്തിനാണ് അങ്ങോട്ട് ചെല്ലുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അതിനുശേഷമാണ് ഞാനൊരു കാര്യം അറിയുന്നത്. എന്തൊക്കെയോ അയാൾ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ നിൽക്കുന്ന സമയങ്ങളിൽ ആ നിമിഷങ്ങളിൽ അയാൾ ഫോൺ യൂസ് ചെയ്യാറില്ല. അയാൾ മറ്റെവിടെങ്കിലും പോയെന്നായിരിക്കും ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ പന്തികേടുകളുണ്ട് എന്ന്. ഞാൻ ആ സമയം മുതൽ
എൻ്റെ ജീവിതത്തെ തന്നെ ഒന്ന് മാറ്റിമറിക്കാനായി നോക്കി. ഞാൻ ആദ്യം തിരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്നത് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. ഡ്രസ്സിങ് സ്റ്റൈൽ മാറിക്കഴിഞ്ഞാൽ എല്ലാം മാറിയെന്നാണല്ലോ. അതുവരെ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സെല്ലാം വെറും നാടനായിട്ടുള്ള ഡ്രസ്സായിരുന്നു. ചിലപ്പോൾ പണ്ട് തൊട്ടേ ഞാൻ യൂസ് ചെയ്തത് മാക്സി പോലുള്ള ഡ്രസ്സുകളാണ്. നൈറ്റി, നൈറ്റ് ഡ്രസ്, അങ്ങനെയുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം ഒരു മോചനം എന്ന പോലെ കുറച്ച് മോഡേൺ ഡ്രസ്സസ് ഇടാൻ തുടങ്ങി. പട്ടുപാവാടയും ഹാഫ് സാരിയും അങ്ങനെയുള്ള ഡ്രസ്സുകളിൽ നിന്നും വളരെയധികം മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിനൊരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി. ഇതിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒരു കോൺഫിഡൻസ്. ആ ഒരു സമയത്ത് എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് എനിക്കൊരു ഹരം തന്നെയായിരുന്നു. നമ്മൾ ഇറങ്ങിപ്പോകുന്ന സമയങ്ങളിൽ നമ്മളൊന്ന് അണിഞ്ഞൊരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ആരായാലും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അത് എനിക്കും ഇഷ്ടം തന്നെയായിരുന്നു. പിന്നീട് ഞാൻ പോയത് ജിമ്മിലേക്കാണ്. ജിമ്മ് നല്ലത് തന്നെയാണല്ലോ. എൻ്റെ ബോഡി ഒന്ന് ശരിയാക്കി എടുക്കണം, ലൈഫ് ഒന്ന് കളറാക്കി എടുക്കണം, അതൊക്കെ തോന്നൽ നോക്കി ഞാൻ പോയത് ഒരു നല്ലൊരു ജിമ്മിലേക്കായിരുന്നു ആദ്യം. ആ സമയത്ത് നല്ലൊരു ജോലിയും പിന്നെ നല്ലൊരു ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഒരു പെണ്ണിന് വേണം എന്നെനിക്ക് തോന്നി. ജിമ്മ് കഴിഞ്ഞ് ഞാൻ പിന്നെ വാങ്ങിക്കാൻ തുടങ്ങിയ സാധനങ്ങൾ കുറച്ച് ക്രീംസും പിന്നെ ലോഷൻ, അങ്ങനെ വളരെയധികം നല്ല സ്മെല്ലുള്ള, ശരീരത്തെ വളരെയധികം നല്ല രീതിയിൽ തിളക്കമാർക്കുന്ന അങ്ങനെയുള്ള സ്പ്രേയും കാര്യങ്ങളും ക്രീംസ് അതെല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചു. അത് വളരെ നല്ലതായിരുന്നു, നല്ല എഫക്റ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖമെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നീട് എനിക്ക് തോന്നിയത് എൻ്റെ ഭർത്താവിനെയും എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരെയും എല്ലാവരെയും എനിക്കൊന്ന് ഞെട്ടിക്കണം എന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്ത് ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്തെൻ്റെ ആ ഒരു മുഖം നല്ല രീതിയിൽ മിനുസപ്പെടുത്തിയെടുത്തു. അതിനുശേഷം നല്ല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് മുഖത്തിൻ്റെ ചർമ്മവും കാര്യങ്ങളും എല്ലാം കൂട്ടി. ശേഷം ജിമ്മിൽ പോകാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മാറ്റമൊക്കെ വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് സൗന്ദര്യം എനിക്ക് പിന്നാലെ വന്നുകൊണ്ടിരുന്നു. ഞാൻ നല്ല സുന്ദരിയായി മാറി. ആരെ കണ്ടാലും കൊതിച്ചു പോകുന്ന ഒരു വർണ്ണ സുന്ദരി പോലൊരു ആൾ. സൗന്ദര്യവും ഫിറ്റ്നസ്സും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നീട് എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് വിദ്യാഭ്യാസമായിരുന്നു. എൻ്റെ കഴിഞ്ഞ ആ ഒരു പഠനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയെടുത്ത് നല്ലൊരു ജോലി കിട്ടുന്ന രീതിയിൽ ഞാനത് സെറ്റാക്കിയെടുക്കണം. സ്വന്തമായി ഒരു വരുമാനം വേണം, അതെല്ലാം ഞാൻ ചിന്തിച്ചു. ശരിയും ഇന്നത്തെ കാലത്ത് അതൊക്കെയാണല്ലോ അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഞാൻ പിന്നീട് പോയത് നല്ലൊരു എഡ്യൂക്കേഷൻ സെൻ്ററിലേക്കാണ്. വിദ്യാഭ്യാസം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ശേഷം പിന്നീട് എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നല്ലൊരു ലൈഫായിരുന്നു വേണ്ടത്. എപ്പോഴും ഈ ഓടിട്ട വീടുകളിൽ കിടക്കുന്നതിന് പകരം നല്ല സുന്ദരമായിട്ടുള്ള നല്ല റിസോർട്ട് പോലുള്ള നല്ല സ്ഥലങ്ങളിൽ വീടെടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ ജോലി കിട്ടിയ കാശ് കൊണ്ട് തന്നെ ഞാൻ ആ വീട് വിട്ടിറങ്ങി. ശേഷം നല്ലൊരു രീതിയിൽ നല്ലൊരു ദിവസത്തിൽ ഞാൻ അവിടേക്ക് പോയി. ജോലി കിട്ടി എല്ലാം നന്നായിട്ട് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ചിന്ത ഒരു സ്കൂട്ടറായിരുന്നു. ആരും കണ്ടാൽ കൊതിച്ചു പോകുന്ന നല്ലൊരു സ്കൂട്ടർ, നല്ലൊരു സ്കൂട്ടി, അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്നെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞതെല്ലാം ഞാൻ മനസ്സിലാലോചിച്ചു ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ചെയ്യുമ്പോഴും ഇവരുടെ എല്ലാം മുഖം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല, എൻ്റെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം ആലോചിച്ച് തന്നെ മുന്നോട്ട് നീക്കി. ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നമ്മളല്ലാതെ മറ്റാരാണുള്ളത് എന്ന് ചിന്തിച്ചു. അങ്ങനെ ഓരോ ജോലിയും എല്ലാമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. ആ സമയത്തായിരുന്നു മുന്നോട്ട് ടൂറിനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തിനോ പോയാൽ
എൻ്റെ രാജേട്ടനും പിന്നെ രാജേട്ടൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ റൂമിനുള്ളിലേക്ക് വന്ന് കയറുന്നത്. അപ്പം തന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാണുന്ന രാജേട്ടൻ തന്നെ ഞെട്ടിപ്പോയി. ആ, ഇപ്പോൾ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് രാജേട്ടൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു. അത് ഒന്നും ഇഷ്ടപ്പെടാത്ത പോലെ തന്നെ ഞാൻ അതിലേക്കൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ നിന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഇവരെല്ലാം വന്നു കയറിയ സമയത്ത് എൻ്റെ ഒരു വാശിയായിരുന്നു ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. പക്ഷേ ഞാനത് ചെയ്തില്ല. കാരണം മറ്റൊന്നുമില്ല, അവരുടെ പെരുമാറ്റം ശരിയല്ല. അതെല്ലാം എനിക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്തോ അതെനിക്ക് ഇഷ്ടപ്പെടാത്തതുപോലെ. ഇനി എൻ്റെ ജീവിതത്തിലെ മറ്റൊരു ലക്ഷ്യം ഇവരെല്ലാം കൊതിച്ചു കഴിഞ്ഞപ്പോൾ, എന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് വിടുക എന്ന് തന്നെയായിരുന്നു. എനിക്ക് എല്ലാവരെയും പോലെ യൂറോപ്യൻ കൺട്രിയിൽ പോയി അവിടെ നിൽക്കണം എന്നൊരാഗ്രഹം തോന്നി. കാരണം ഇപ്പം എല്ലാവരും പോകുന്നുണ്ടല്ലോ. പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് പോകാൻ പറ്റും. പിന്നെ ആരെയും നോക്കണ്ട, ആരെയും ഭയക്കണ്ട. എൻ്റെ ജീവിതം, എൻ്റെ സ്വാതന്ത്ര്യം, അത് തന്നെയാണ് എൻ്റെ ലൈഫിലും വേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ യൂറോപ്പിലേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറെടുത്തു. ആ സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനും ഫ്രണ്ട്സിനും ഞാൻ പോകുന്നത് ഒരു മിസ്സായിട്ട് തോന്നി. അവരെന്നോട് പറഞ്ഞു, വന്നിട്ട് തന്നെ പറഞ്ഞു, ഇതെല്ലാം വേണോ? നമുക്കിത് ഇങ്ങനെ കൊണ്ടുപോയാൽ പോരെ? ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, ഇവിടെ ഒരിക്കലും അതൊന്നും ശരിയാവില്ല. ഇത് അങ്ങനെയാണ്. ഞാൻ പോകാൻ സമയമായപ്പോൾ രാജേട്ടൻ എന്നോട് വല്ലാത്തൊരു ഇഷ്ടവും കാര്യങ്ങളും തോന്നി. അതങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലും മനസ്സിൽ നഷ്ടപ്പെടാൻ തോന്നുന്ന സമയത്ത് നമുക്കത് തോന്നി തുടങ്ങും. അത് പലപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ സമയം രാജേട്ടൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ പതറി വീഴുകയായിരുന്നു. ജീവിതം അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു ജീവിതം എങ്ങനെയാണോ എന്തോ. ഈ ഒരു കൗൺസിലിംഗ് സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റോറി കേട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക.